ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, ആരാ? പഴങ്കഞ്ഞിക്കടയോ? ആ അതെ, അത് തന്നെയാ. വരാനുള്ള വഴിയോ? ആ പറഞ്ഞുതരാവേ. ഇതിനകത്ത് മറ്റെന്തൊക്കെയോ കാര്യങ്ങള് ചുറ്റുപിണഞ്ഞു കിടക്കുന്നു എന്നാ എന്റെ സംശയം. ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത മുരുകനും കനിയും കൂടി വഴിയിൽ നിന്നും കിട്ടിയ കുഞ്ഞിനെ വളർത്താൻ പറ്റാതെ അതിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചു. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് മരിച്ചുപോയ സ്വന്തം കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അവിടെ കൊടുത്തു. അവന്തിക ചേച്ചിക്കും അവരെ അറിയായിരിക്കുമല്ലോ. അതുവരെ ചേച്ചി അവരെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇരുന്നത്. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ആകെ ഉണ്ടായിരുന്നൊരു തെളിവാ മുരുകനും കനിമൊഴിയും. അതും ഇല്ലാതായി. കുട്ടിയെ ദത്തെടുത്തതിനു പിന്നാലെ എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് നേരെ ഇങ്ങനൊരു അന്വേഷണം വരുമെന്നുള്ളത് അവന്റെയൊക്കെ ഉറപ്പുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനും അവന്തിക മുൻകരുതലോടുകൂടി തന്നെയാവും ഇരുന്നിട്ടുണ്ടാവുക. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ആ കുഞ്ഞിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഈ മഹാപാപങ്ങൾക്കെല്ലാം ഒരിക്കൽ അവര് കണക്ക് പറയേണ്ടി വരും. നിയമത്തിന്റെ മുന്നിലായാലും ദൈവത്തിന്റെ മുന്നിലായാലും. തക്കരയിൽ തമിഴ് ദമ്പതികൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. മാർത്താണ്ഡത്തിനടുത്ത് തക്കല സ്വദേശികളായ മുരുകൻ കനിമൊഴി ദമ്പതികളാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റോഡ് മുറിച്ചു കടക്കവേ അമിത വേഗതയിൽ വന്ന വാഹനമിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അർച്ചന മിസ്സിംഗ് കേസിന്റെ ഫയലിംഗ് എടുത്തേ സർ. ഹലോ, സച്ചിയല്ലേ? ആ അതെ, ആരാ? ഞാൻ CA രാജീവാണ്. സച്ചി ഒന്ന് അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അല്ല സാർ, എന്താ കാര്യം? സച്ചിയുടെ ഭാര്യ അർച്ചന ഇപ്പൊ എവിടെയാണെന്ന് അറിയണ്ടേ? സാർ, എന്റെ അർച്ചന ഇപ്പൊ എവിടെ ഉണ്ട്? സാർ അവളെ കണ്ടുപിടിച്ചോ? എല്ലാം വിശദമായിട്ട് പറയാം. നിങ്ങളൊന്ന് വേഗം വരൂ. ഓക്കെ സാർ, ശരി സാർ, ഞാനിപ്പോ തന്നെ വരാം. പിന്നെ മോളെ ആ സാമ്പാറിന്റെ കഷ്ണമൊക്കെ റെഡിയാക്കി വെക്കേ. അതൊക്കെ എപ്പോഴും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ സാമ്പാറും കൂടെ വെക്കാൻ പാടില്ലായിരുന്നോ? ദേ പെണ്ണെ, ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. സാമ്പാറും കൂടി വെച്ചൂടായിരുന്നു. അമ്മേ, ഞാൻ ചെയ്യാം. വേണ്ട, ഞാൻ ചെയ്തോളാടി. അല്ലെങ്കിലും മീരടുത്തിയുടെ ആത്മാർത്ഥത ഇവിടെ വേറെ ആർക്കുമില്ല. ഓ, നീ കളിയാക്കി പറഞ്ഞതാണെങ്കിലും അത് സത്യം തന്നെയാ. ഇങ്ങനൊരു പാലും മരുമോളെ ആർക്ക് കിട്ടൂടി? ഒന്ന് പോവാ.
ആതിരെ ദേ ഇത് കണ്ടോ, നമ്മള് വൈറലായി. എവിടെ? എന്താടി? അയ്യോ, എന്താന്നോ പത്രത്തിലൊന്ന് നോക്ക്. കളക്ടർ വന്ന് പഴങ്കഞ്ഞി കുടിച്ച കടയെ കുറിച്ച് പത്രത്തിലെ വാർത്ത വന്നിരിക്കുന്നു. ആ ദേ എവിടെ? അയ്യോ ശരിയാണല്ലോ. അയ്യോടാ ഫോട്ടോയും ഉണ്ടല്ലോടി. തന്നെ നോക്കട്ടെ. കളക്ടർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കളക്ടർ കുടിച്ച പഴങ്കഞ്ഞി അതീവ രുചികരം. ഇത് നല്ല വാർത്തയമ്മേ. മീറ്റിംഗ് കഴിഞ്ഞ് വിശന്ന് വലഞ്ഞു വന്ന കളക്ടർക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ രുചിയുള്ള പഴങ്കഞ്ഞി. അങ്ങനെ വാർത്ത കൊടുത്തിട്ടുള്ള. ഈ വാർത്ത നമുക്ക് ഗുണം ചെയ്യും അമ്മേ. ആണോ? ആളുകൾ എന്തായാലും കാര്യം അറിയുമല്ലോ. അത് ശരിയാ. അറിയുന്നു മാത്രമല്ല, ചിലപ്പോ വൈറൽ ആവുകയും ചെയ്യും ഈ വാർത്ത. വൈറലായി. കളക്ടർ പഴങ്കഞ്ഞി കുടിച്ച കടയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വൈറലാണെന്നാ ഈ വാർത്തയിൽ പറയുന്നത്. അയ്യോ അമ്മേ, സ്ഥലത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ നമ്പറും കൊടുത്തിട്ടുണ്ട്. അയ്യോ ആ ഇത് പൊളിക്കും. ഇനി ഇങ്ങോട്ട് ആളുകളുടെ ഒഴുക്കായിരിക്കും. ഓ പിന്നെ അങ്ങനെ ഒരുപാട് പേരൊന്നും വരണ്ട, കുറച്ചു പേര് വന്നാ മതി. അമ്മ നോക്കിക്കോ, ഈ പഴങ്കഞ്ഞി കട ഹിറ്റാവും. ശരിക്കും വയ്യ ദൈവമേ. ദേ പഴങ്കഞ്ഞിക്കട എവിടാണെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരുന്നു. അതാരടി? ആരാ നോക്കി? ദേ, ഹലോ, ആരാ? പഴങ്കഞ്ഞിക്കടയോ? ആ അതെ, അത് തന്നെയാ. വരാനുള്ള വഴിയോ? ആ പറഞ്ഞുതരാവേ. ആ അവിടുന്ന് ലെഫ്റ്റ്. അത് തന്നെ. ഓക്കെ. എനിക്ക് വയ്യ. ദേ വീണ്ടും മെസ്സേജ്. അമ്മേ പിന്നെ മെസ്സേജ് വരുന്നോ? പിന്നെയും